ഇന്ന് നോമ്പിന്റെ 37-ാം ദിനം. ആദ്യത്തെ രക്തസാക്ഷിയാണ് വിശുദ്ധ സ്റ്റീഫൻ. അപ്പോസ്തലന്മാരാൽ അഭിഷേകം ചെയ്യപ്പെട്ട 7 ഡീക്കന്മാരിൽ ഒരാൾ. ജെറൂസലേമിലുള്ള പാവങ്ങളെയും വിധവകളെയും ശുശ്രൂഷ ചെയ്യുവാനാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സിനഗോഗിൽ നടത്തിയ വാദപ്രതിവാദങ്ങളെ എതിർക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല. എതിരാളികൾ അദ്ദേഹത്തെ നിരവധി കള്ളസാക്ഷ്യങ്ങളുടെ ബലത്തിൽ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ മുഖം ഒരു മാലാഖയുടേതുപോലെ വിളങ്ങുന്നുണ്ടായിരുന്നു. സ്റ്റീഫൻ യാതൊരു ഭയവുമില്ലാതെ രൂക്ഷമായി അവരെ ശകാരിക്കുകയാണ് ഉണ്ടായത്. പ്രകോപിതരായ യൂതന്മാർ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചു. തന്നെ കല്ലെറിയുന്നവരെ ശിക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച സ്റ്റീഫന്റെ വധശിക്ഷ നടപ്പാക്കിയവരിൽ പ്രധാനിയായിരുന്നു സാവൂൾ. റോമിന്റെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനായി മാറിയ സാവൂളിനെ നീറോ ചക്രവർത്തി വധിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് യേശുവിന്റെ വാക്കുകളാണ്. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. മുന്തിരിച്ചെടി പടർന്ന് പന്തലിക്കട്ടെ.